ഹോസ്പിറ്റലിൽ ഉയർന്ന തലത്തിൽ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നു. മൂന്നാമത്തെ മകൻ അവൾ ഡിഗ്രി തുടങ്ങിയിട്ടേയുള്ളൂ. ഈ സമയത്ത് പിതാവ് മരണപ്പെടുന്നു. പിതാവിൻ്റെ സ്വത്ത് വീതിക്കേണ്ടതുണ്ട്. എങ്ങനെ വീതിക്കും? തീർച്ചയായും നമ്മുടെ എല്ലാ മനസ്സുകൾക്കകത്തുള്ള കാരുണ്യം പറയുക, ചെറിയ ഒരു സ്വത്ത് മാത്രമുള്ള പിതാവ് അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ നേർക്കുനേരെയുള്ള ഗുണഭോക്താവായിട്ടില്ലാത്ത ചെറിയ മകൻ, ബാക്കി രണ്ടുപേരും ഇന്ന് വലിയ സമ്പത്തിന് ഉടമസ്ഥന്മാരാണ്, പിതാവിൽ നിന്ന് തുടങ്ങിയവരാണ്, പിതാവിൽ നിന്ന് ബിസിനസ് തുടങ്ങി, പിതാവിൽ നിന്ന് വിദ്യാഭ്യാസം ലഭിച്ചു, അങ്ങനെ ഉയർന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുക സാധാരണഗതിയിൽ കാരുണ്യത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ മോനക്ക് കാര്യമായി കൊടുക്കണമെന്നാണ്. പക്ഷേ നിയമത്തിന് അത് കഴിയില്ല എന്ന് ഹരിദാസ് സാർക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. നിയമത്തിന്റെ രീതിശാസ്ത്രമുണ്ട്. ഇവിടെ എന്തുകൊണ്ട് മഹൻ ജീവിച്ചിരിക്കുമ്പോൾ പിതാമഹൻ ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെട്ട പിതാവ് മരണപ്പെട്ട കുട്ടിക്ക് പിതാമഹന്റെ സ്വത്തിന് അവകാശം ലഭിക്കുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇസ്ലാമികമായ നിയമം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനൊരു അവകാശം നൽകുവാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണത്? ഇസ്ലാമിക അനന്തരാവകാശ നിയമം നമുക്കറിയാം. ഒന്നാമതായി നേർക്കുനേരെ അനന്തരാവകാശികളാകുന്ന കുറേ ആളുകളുണ്ട്. നേർക്കുനേരെ അനന്തരാവകാശികളാകുന്ന ആളുകൾ ഇല്ലാതെയാകുമ്പോഴാണ് അതിനടുത്ത തലത്തിലുള്ള അനന്തരാവകാശികളാവുക. ഞാൻ മരണപ്പെടുന്നു, എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു. എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എൻ്റെ മക്കൾക്കാണ് എൻ്റെ സ്വത്തിൽ അവകാശം പോവുക, ഒന്നാമത്തെ അവകാശം പോവുക, അല്ലെങ്കിൽ എൻ്റെ ഭാര്യക്കാട്. ഇങ്ങനെ സ്വത്തിൽ അവകാശം പോവുക നേർക്കുനേരെ ആരാണോ ജീവിച്ചിരിക്കുന്നത് ആ രൂപത്തിലുള്ളത്, പിതാവിന്, മാതാവിന്, ഭാര്യക്ക്, അതേപോലെ മക്കൾക്ക്. ഇങ്ങനെ ഉള്ള അവകാശം നേർക്കുനേരെയുള്ള അവകാശമാണ്. രണ്ടാമത്തെ തരത്തിലുള്ള അവകാശം, ഇതിൽ നേർക്കുനേരെ അവകാശികളല്ല ആയിട്ടുള്ള ആളുകൾ ഇല്ല എങ്കിൽ, അവർ പൂർണ്ണമായിട്ടില്ല എങ്കിൽ മാത്രം അവകാശികളാകുന്ന രണ്ടാമത്തെ വിഭാഗമാണ്. മക്കൾ ആരും തന്നെ അവകാശികളായിട്ടില്ലെങ്കിൽ പേരക്കുട്ടികൾക്ക് അവകാശം നൽകാൻ കഴിയും. അതേസമയം ഞാൻ മരണപ്പെടുമ്പോൾ എൻ്റെ പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മരണപ്പെടുമ്പോൾ തന്നെ എൻ്റെ സഹോദരന്മാർ ജീവിച്ചിരിപ്പുണ്ട്. തീർച്ചയായും ഈ സഹോദരന്മാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ വാപ്പ മരിച്ചാൽ തീർച്ചയായും ഉപ്പാന്റെ സ്വത്തിന് എൻ്റെ മക്കൾക്ക് നേർക്കുനേരെ അവകാശം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണിത്? ഇവിടെ എൻ്റെ സ്വത്തിന് എൻ്റെ മക്കൾക്ക് അവകാശം ഉണ്ടാകണമെങ്കിൽ ഞാൻ ഇരുന്നിരുന്നെങ്കിൽ എന്ന് സങ്കല്പിച്ചുകൊണ്ട്, റെപ്രസെന്റ് ചെയ്തുകൊണ്ട് എനിക്ക് എത്ര അവകാശം ലഭിക്കുമോ ആ അവകാശം എൻ്റെ മക്കൾക്ക് വീതിച്ചു കൊടുക്കണം. വേറെ മാർഗമൊന്നുമില്ല. നിയമത്തിന്റെ രീതിയിൽ ചെയ്യാൻ കഴിയുക, എൻ്റെ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയി, എൻ്റെ മക്കൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു, ആ സമയത്താണ് എൻ്റെ ഉപ്പ മരണപ്പെടുന്നത്, എൻ്റെ സഹോദരന്മാർക്ക് ലഭിക്കുന്ന സ്വത്തവകാശത്തെ പോലെ ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ എത്ര സ്വത്തവകാശം ലഭിക്കുമോ ആ സ്വത്തവകാശം തീരുമാനിച്ചുകൊണ്ട് എനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സ്വത്തവകാശം എൻ്റെ മക്കൾക്ക് വീതിച്ചു കൊടുക്കുക എന്നതാണ് സാധാരണയായി പറയപ്പെടാറുള്ള ഒരു മാർഗം. നിയമത്തിന്റെ രീതിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. നിയമത്തിന്റെ രീതിയിൽ ഒരു സൈഡിലേക്ക് മാത്രം, ഒരു വശത്തേക്ക് മാത്രം ആ ഒരു റെപ്രസെന്റേഷൻ നടക്കില്ല. ഏത് സ്ഥലത്തും ഇതേപോലെ അവകാശികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ ജീവിച്ചിരുന്നിരുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ സ്ഥലത്തെയും അവകാശികൾക്ക് കൊടുക്കേണ്ടി വരും. അഥവാ ഞാൻ മരണപ്പെടുമ്പോൾ, എൻ്റെ ഉപ്പ മരണപ്പെടുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് സങ്കല്പിച്ചിട്ട് എനിക്ക് ലഭിക്കാവുന്ന സ്വത്ത് എൻ്റെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ, എൻ്റെ വാപ്പ മരണപ്പെടുന്നതിന് മുൻപേ മരണപ്പെട്ട എൻ്റെ ഉമ്മയുണ്ടാകും. ആ ഉമ്മ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് സങ്കല്പിച്ച് ആ ഉമ്മക്ക് കൊടുക്കാനുള്ള സ്വത്ത് എത്രയാണോ അത് കണക്കാക്കി ഉമ്മയുടെ അവകാശികൾക്ക് കൊടുക്കേണ്ടി വരും. എൻ്റെ ഉപ്പാക്ക് ഉപ്പയിൽ നേരെയുള്ള സ്വത്തിന് അവകാശമുണ്ട്. എൻ്റെ ഉപ്പാന്റെ ഉപ്പ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് സങ്കല്പിച്ച് അദ്ദേഹത്തിന് ലഭിക്കാവുന്ന സ്വത്ത് എത്രയാണോ അത് കണക്കാക്കി അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ റെപ്രസെന്റേഷൻ അവിടെ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുക, എത്ര വലിയ സ്വത്തുള്ള ഒരാളാണെങ്കിലും
അയാളുടെ സ്വത്ത് വീതിക്കുന്ന സന്ദർഭത്തിൽ അനന്തരാവകാശികളായി ഒരു കോൺഫറൻസിനുള്ള ആളുണ്ടാകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുക. കാരണം ഇവരെല്ലാം ജീവിച്ചിരുന്നെങ്കിൽ ആരൊക്കെയാണ് അവകാശികൾ ഉണ്ടാവുക, ഇവർ ജീവിച്ചിരുന്നെങ്കിൽ ആരൊക്കെയാണ് അവകാശികൾ ഉണ്ടാവുക, അങ്ങനെ നോക്കിയിട്ട് കൊടുക്കേണ്ടി വരും. ഇതാണ് അതിലെ പ്രായോഗികമായി നിയമപരമായുള്ള പ്രശ്നം. നേർക്ക് നേരെ മക്കൾ മാത്രം അവകാശികളായി തീരുന്ന ഒരു നിയമവ്യവസ്ഥയിൽ ഉള്ളതുപോലെയല്ല. വ്യത്യസ്ത തലങ്ങളിൽ അവകാശികൾ ഉണ്ടാവുകയും അവിടെയെല്ലാം പൂർണ്ണമായ അവകാശമുണ്ടാവുകയും ചെയ്യുമ്പോൾ റെപ്രസെന്റേഷൻ എല്ലായിടത്തും പ്രായോഗികമാവുകയില്ല. അവിടെയാണ് നിയമത്തിന്റെ മാർഗം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളെ ഇസ്ലാം കാണുന്നത് അതിന് ധർമ്മത്തിന്റെ മാർഗം ഉപയോഗിച്ച് പരിഹരിക്കണമെന്നാണ്. സ്വത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, സ്വത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഞാൻ എൻ്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ മരണപ്പെട്ടാൽ, എൻ്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മക്കളുടെ ഉത്തരവാദിത്വം, പൂർണ്ണമായ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം എൻ്റെ ഉപ്പാക്കാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എൻ്റെ ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മക്കളുടെ സംരക്ഷണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എൻ്റെ ഉപ്പാക്കാണ്. ആ ഉപ്പാക്ക് സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് തന്നെ ഉപ്പ എൻ്റെ മക്കൾ അനാഥരായത് കൊണ്ട് ആ അനാഥരായ മക്കൾക്ക് ആവശ്യമായത് നൽകാൻ, അദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്ന് ആവശ്യമായത് നൽകാൻ എൻ്റെ ഉപ്പാക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് മാത്രമല്ല, അങ്ങനെ നൽകണമെന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. എത്ര നൽകാം? ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് എത്രയും നൽകാം. അതേപോലെ മരണപ്പെടുന്ന സന്ദർഭത്തിലാണെങ്കിൽ സ്വത്തിന്റെ 1/3 വസിയ്യത്ത് ചെയ്യാം. ഈ മരണപ്പെട്ടതിന് ശേഷം 1/3 വസിയ്യത്ത് ചെയ്യാം. ഇത്തരം അനന്തരാവകാശികൾ ആകേണ്ട, എന്നാൽ ആ നിയമത്തിന്റെ രീതി അനുസരിച്ച് അനന്തരാവകാശിയായി തീർന്നിട്ടില്ലാത്ത ആളുകൾക്ക് വസിയ്യത്ത് ചെയ്യാം. ഇതല്ലാതെ നിയമത്തിന്റെ മാത്രം മാർഗം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഈ ഇസ്ലാമികമായ അനന്തരാവകാശ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നേർക്ക് നേരെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പേരക്കുട്ടികൾക്ക് അവകാശം വരുന്ന പ്രശ്നമില്ല. ഉണ്ടായാൽ ഈ പ്രശ്നമാണുള്ളത്. മാത്രമല്ല, ഇവിടെ മറ്റൊരു പ്രശ്നം കൂടി, എൻ്റെ ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ മരണപ്പെടുമ്പോൾ എൻ്റെ മക്കൾക്ക് ഞാൻ മരണപ്പെട്ടാലും അവകാശമുണ്ട് എന്ന് വരിക എന്ന് വന്നു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം മറ്റേ മക്കളെ സംബന്ധിച്ചിടത്തോളം, അഥവാ എന്നെപ്പോലെ തന്നെയുള്ളതാണ്. വാപ്പ ജീവിച്ചിരിപ്പോൾ എൻ്റെ സഹോദരന്മാരുടെ മക്കളും, എൻ്റെ സഹോദരന്മാരുടെ മക്കൾക്ക് നേർക്ക് നേരെ യാതൊരു അവകാശവും ലഭിക്കുന്നില്ല. എൻ്റെ സഹോദരന്മാരുണ്ട് എന്നത് മാത്രമാണ് അവർക്ക് അവകാശം കിട്ടുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുന്ന കാര്യം. അപ്പോൾ തങ്ങളുടെ പിതാവ് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നത് ഒരു അനുഗ്രഹത്തിന് പകരം ഒരു ശാപമായി തീരുന്ന അവസ്ഥാവിശേഷത്തിലാണ് പലപ്പോഴും എത്തിച്ചേരുക. എൻ്റെ ഉപ്പ ഇല്ലായിരുന്നെങ്കിൽ, കാരണം എൻ്റെ മക്കൾക്ക് അവകാശം ലഭിക്കുന്നു, വല്യപ്പാന്റെ സ്വത്തിൽ നേർക്ക് നേരെ അവകാശം തന്നെ ലഭിക്കുന്നു. എന്നാൽ എൻ്റെ സഹോദരന്റെ മക്കൾ, ഞാൻ ജീവിച്ചിരുന്നില്ല എന്നതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അവകാശം അനുഭവിക്കാൻ കഴിയുന്നു. എൻ്റെ സഹോദരന്റെ മക്കളാകട്ടെ, അവർ ഈ സഹോദരൻ ജീവിച്ചിരിക്കുന്നു എന്ന കാരണത്താൽ മാത്രം അവകാശം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു. അഥവാ സ്വന്തം പിതാവ് ജീവിക്കുന്നു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നേർക്ക് അവകാശത്തിന്റെ കാര്യത്തിൽ നിയമത്തിന്റെ രീതിയിൽ ഒരു ശാപമായി, പ്രയാസമായിട്ട് അനുഭവിക്കുക. അവർ നോക്കുകയില്ലേ മക്കളെ എന്ന് ചോദ്യമുണ്ടാകാം. നോക്കുന്നുണ്ടോ ഇല്ലേ എന്നതല്ല, തീർച്ചയായും സ്വത്ത് അവകാശം ലഭിക്കുക എന്നത് മറ്റൊരു വശപാട്. നോക്കിയിട്ടില്ലെങ്കിലോ അവർ പരിപാലിച്ചിട്ടില്ലെങ്കിലോ എന്ന ചോദ്യം തിരിച്ചുമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം അപ്രായോഗികവും ആർക്കെങ്കിലും പ്രയാസം തോന്നുന്നതുമായ നിയമത്തിന് പകരം ധർമ്മത്തിന്റെ മാർഗം ഉപയോഗിച്ച്, അഥവാ ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്തം വല്യപ്പാനെ ഏൽപ്പിക്കുകയും അദ്ദേഹം നിർബന്ധമായും അവർക്ക് അവരുടെ ഭാവിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ടതുണ്ട് എന്ന് പഠിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ 1/3 അദ്ദേഹത്തിന് ഇവർക്ക് വേണ്ടി മാത്രമായി തന്നെ വസിയത്ത് കൊടുക്കുവാനുള്ള, വസിയത്തായി നൽകുവാനുള്ള അവകാശം നൽകുകയുമാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. മറ്റേത് ഇസ്ലാമികമായ അനന്തരാവകാശ നിയമത്തിന്റെ രീതി ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ റെപ്രസെന്റേഷൻ ഒരു സ്ഥലത്തേക്ക് പ്രായോഗികമായി കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് അപ്ലൈഡ് ആയിക്കഴിഞ്ഞാൽ, ഒരു സൈസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും എല്ലാ വശത്തേക്കും റെപ്രസെന്റേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വത്ത് അവകാശം നൽകുവാൻ കഴിയാത്ത വിധം അവകാശികൾ വർദ്ധിച്ചു പോകും എന്നുള്ളത് അപ്രായോഗികമാണ്. എന്നതുകൊണ്ടാണ് ഇസ്ലാം അത്തരം ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ല, നിയമം ഉണ്ടാക്കാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചോദ്യകർത്താവായ എൻ്റെ പേര് അക്ബർ തന്നെയാണ്. മാറഞ്ചേരിയാണ് സ്ഥലം. ബിസിനസ്സാണ്. ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ച്
ഒരു പ്രകാശത്തോട് സാദൃശ്യമുള്ള ഒരു ഇതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സ്ഫടിക പാത്രത്തിൽ വെളിച്ചമുള്ള ഒരു വീണ്ടും ഒരു ഇത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഖുർആനിൽ പ്രതിപാദിച്ചതായി കാണുന്നു. എന്താണ് യഥാർത്ഥ രൂപത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് എനിക്കറിയേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ചൊരു പ്രകാശ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ എന്താണ് യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിൻ്റെ രൂപം വേദങ്ങളിലും ബൈബിളിലുമെല്ലാം എന്താണ് ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇവിടെ ഒന്നാമതായി പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രകാശമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ ഉപമിച്ചിരിക്കുകയാണ് പ്രകാശത്തോട്. ഉപമാലങ്കാരങ്ങൾ എന്നത് ഒരിക്കലും വസ്തുവൽക്കരണമല്ല എന്ന് നമുക്കറിയാവുന്നതാണ്. ഉപമ എന്ന് പറയുമ്പോൾ ആ വസ്തുവിനെ കുറിച്ച് പറയുന്ന ഉപമകൾ മാത്രമാണ്. പ്രകാശം എന്നത് യഥാർത്ഥത്തിൽ ഒരു സൃഷ്ടിയാണ്. പ്രകാശം ഒരു സൃഷ്ടിയാണ്. നമുക്കറിയാം, പ്രകാശം ഒരു വസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന വിദ്യുത് കാന്തിക തരംഗങ്ങളുടെ പ്രവാഹമാണ്. പലതരത്തിലുള്ള തരംഗങ്ങളുണ്ട്. പ്രകാശ തരംഗങ്ങളുടെ പ്രവാഹമാണ് യഥാർത്ഥത്തിൽ പ്രകാശത്തിലൂടെ നമ്മളുടെ അടുത്ത് എത്തുന്നത്. അത് നമ്മൾ പറയുന്നത് പ്രകാശത്തിന്റെ ഫോട്ടോണുകൾ എന്നറിയപ്പെടുന്ന, ഫോട്ടോണുകൾ എന്ന് വിളിക്കുന്ന ചെറിയ ചെറിയ പാക്കറ്റുകൾ ആയി പ്രകാശം പ്രകാശിക്കുന്ന വസ്തുവിൽ നിന്ന് പുറത്തു വരികയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സൃഷ്ടിയാണ് പ്രകാശം. അപ്പോൾ അള്ളാഹുവിനെ പ്രകാശത്തോട് ഉപമിച്ചിട്ടുണ്ട്. ഖുർആനിൽ 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറിലെ 55-ാമത്തെ വചനത്തിൽ അള്ളാഹു നൂറുസ്സമാവാത്തി വല്ലർ, ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശത്തോട് ഉപമിക്കുകയും ആ പ്രകാശത്തെ വീണ്ടും ഉപമിച്ചുകൊണ്ട് അതൊരു സ്ഫടികപാത്രത്തിലാണ് എന്നും അത് ആ സ്ഫടികപാത്രം വീണ്ടും പ്രകാശിക്കുന്നതായും അത് വെച്ച സ്ഥലം പോലും പ്രകാശിക്കുന്നതായിട്ടുമെല്ലാം പറയുന്നുണ്ട്. അവിടെ സർവശക്തനായ തമ്പുരാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറയുമ്പോൾ ലോകത്തിന് മുഴുവനും വെളിച്ചം നൽകുകയും ലോകത്തിന് മുഴുവനും മാർഗദർശനം നൽകുകയും ലോകത്തുള്ള സകല സൃഷ്ടികൾക്കും കൃത്യമായ പാത പഠിപ്പിക്കുകയും, ഇവിടെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാ സംഗതികളെയും കൃത്യമായി മാർഗദർശനം ചെയ്യുകയും ചെയ്യുന്ന സർവേശ്വരനായ തമ്പുരാനെ ഉപമിക്കുവാൻ പ്രപഞ്ചത്തിലുള്ള ഒരു പ്രതിഭാസമാണ് പ്രകാശം എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അള്ളാഹു അവന്റെ രൂപം എന്താണ്? പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വലം യക്കുൽ ലഹു കുഫുവൻ അഹദ് എന്നാണ് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസിലെ 4-ാമത്തെ വചനത്തിൽ വലം യക്കുൽ ലഹു കുഫുവൻ അഹദ്, അതിനെ അള്ളാഹുവിനെ യാതൊന്നുമായും താരതമ്യം ചെയ്യാൻ, ഒന്നുമായും സാദൃശ്യപ്പെടുത്താൻ കഴിയാത്ത അസ്തിത്വമുള്ളവനാണ് എന്നാണ്. ലൈസ കമിസ്ലിഹി ഷൈഅൻ, ഒന്നുമായും യാതൊരു രൂപത്തിലും സാദൃശ്യമുള്ളവനല്ല അള്ളാഹു. പ്രകാശത്തോട് സാദൃശ്യമുള്ളവനല്ല അള്ളാഹു, ഇരുട്ടിനോട് സാദൃശ്യമുള്ളവനല്ല അള്ളാഹു. പ്രപഞ്ചത്തിലെ യാതൊന്നുമായും സാദൃശ്യപ്പെടുത്താൻ കഴിയാത്ത അസ്തിത്വമുള്ളവനാണ് സർവേശ്വരനായ തമ്പുരാൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ വേദങ്ങളും അതേപോലെ ബൈബിളും എല്ലാം പരിശോധിച്ചാലും ഇതേ സങ്കല്പനം തന്നെയാണ് നമുക്ക് ലഭിക്കുക. നതസ്യ പ്രതിമ അസ്തി, യാതൊന്നുമായും ഒരു രൂപവുമില്ലാത്തവൻ, രൂപങ്ങളുമായി സാദൃശ്യപ്പെടുത്തുവാൻ സാധ്യമല്ലാത്ത അസ്തിത്വമുള്ളവൻ എന്നാണ് യജുർവേദത്തിൽ ദൈവത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ പരബ്രഹ്മത്തെക്കുറിച്ച്, പരമാത്മാവിനെ കുറിച്ച് പറഞ്ഞു പോകുന്നത്. യാതൊന്നുമായും പ്രതിമയുണ്ടാക്കുവാൻ, പ്രതിമ എന്ന് പറഞ്ഞാൽ രൂപസാദൃശ്യം വരുത്തലാണ്, പ്രതിമയുണ്ടാക്കുവാൻ സാദൃശ്യപ്പെടുത്തുവാൻ സാധ്യമല്ലാത്ത അസ്തിത്വമുള്ളവൻ എന്നർത്ഥം. സങ്കീർത്തന പുസ്തകത്തിലെ 106-ാമത്തെ സങ്കീർത്തനത്തിന് നമുക്ക് കാണാൻ കഴിയും, ദൈവം യാതൊന്നിനും സാദൃശ്യപ്പെടുത്താൻ, ഒന്നുമായും സാദൃശ്യമില്ലാത്തവനത്രേ. കർത്താവ് ഒന്നുമായും സാദൃശ്യമില്ലാത്തവരത്രേ, യാതൊന്നുമായും സാദൃശ്യപ്പെടുത്തുവാൻ കഴിയാത്ത രൂപത്തിലുള്ള അസ്തിത്വമുള്ളവൻ. എന്നാൽ ഈ വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ പ്രകാശത്തോട് പടച്ച തമ്പുരാനെ ഉപമിച്ചതായിട്ടും നമുക്ക് കാണാൻ കഴിയും. നതസ്യ സൂര്യ ചന്ദ്ര നക്ഷത്രാദികൾക്ക് പ്രകാശം നൽകുന്ന പരമമായ അസ്തിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നതത്ര സൂര്യോഭാതി ന ചന്ദ്ര താരകം എന്ന് പറയുമ്പോൾ അവക്ക് മുഴുവനും ഭാസ നൽകുന്ന,
പ്രകാശം നൽകുന്ന മഹാ അസ്തിത്വത്തെക്കുറിച്ച്, പരബ്രഹ്മത്തെക്കുറിച്ച് പറയുകയാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രാദികൾക്കുമെല്ലാം യഥാർത്ഥത്തിൽ പ്രകാശം നൽകുന്ന ദൈവം തമ്പുരാനെ കുറിച്ച് പറയുകയാണ്. പക്ഷേ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നദസ്യ പ്രതിമ അസ്ഥി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുമായും താരതമ്യം ചെയ്യാൻ കഴിയാത്ത, യാതൊന്നുമായും സാദൃശ്യപ്പെടുത്താൻ കഴിയാത്ത അസ്തിത്വമുള്ളവരാണ് പടച്ച തമ്പുരാൻ എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ വേദഗ്രന്ഥങ്ങളെല്ലാം തന്നെ സൃഷ്ടികർത്താവായ തമ്പുരാനെ പരിചയപ്പെടുത്തുമ്പോൾ അത് ഈ പ്രപഞ്ചത്തിന് അതീതനാണ്, പദാർത്ഥത്തിന് അതീതനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സൃഷ്ടിപ്രപഞ്ചത്തിലെ യാതൊന്നുമായും താരതമ്യത്തിന് കഴിയാത്തവനാണ് എന്നുള്ള വസ്തുത വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബൂബക്കർ. ഞാൻ തൊട്ടടുത്ത പ്രദേശമായ വരട്ടിപ്പള്ളിയാൽ എന്ന സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ബഹുമാന്യനായ അക്ബർ സാർ, മതങ്ങളും ദർശനങ്ങളും വേദങ്ങളുമെല്ലാം തന്നെ സ്ത്രീകൾക്ക് കാര്യമായ പ്രാധാന്യവും പരിഗണനയും നൽകുന്നതിൽ പരാജയമാണെന്ന് താങ്കൾ പല വേദികളിലും പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇസ്ലാം മാത്രമാണ് ഇതിനൊരു അപവാദം, ഇസ്ലാം മാത്രമാണ് കാര്യമായ പരിഗണനകൾ നൽകുന്നത് എന്ന് താങ്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാലാകാലങ്ങളിലായിട്ട് ഇസ്ലാമിനെതിരെ ശത്രുക്കൾ ഉന്നയിക്കുന്ന ഒരു ആരോപണം കൂടിയാണ് അത്. സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഒരു നിലക്കും അംഗീകരിച്ചു കൊടുക്കാത്തൊരു മതം എന്ന നിലക്ക് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ ഈ ആരോപണം ഉന്നയിക്കാറുണ്ട്. അതിനെതിരെയും താങ്കൾ ശക്തമായ രീതിയിൽ പല സ്റ്റേജുകളിലും പേജുകളിലും അതിനെതിരെ ശബ്ദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത്, പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീക്ക് ഇസ്ലാം ബാധകമാക്കിയിട്ടുള്ള നിയമങ്ങൾ പാലിക്കുന്നത് ഒരല്പം ശ്രമകരമായ ഒരു ജോലിയല്ലേ? സ്ത്രീയെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പ്രകൃതത്തിന് ഏറ്റവും അനുയോജ്യമായ നിയമങ്ങളാണ് ഇസ്ലാം സ്ത്രീക്ക് ബാധകമാക്കിയിട്ടുള്ളത് എന്നൊരു ന്യായീകരണം ഉണ്ടെങ്കിൽ കൂടി തന്നെ അത്തരം ഒരു പ്രകൃതത്തോടു കൂടി സ്ത്രീയെ സൃഷ്ടിച്ചു എന്നത് സൃഷ്ടാവായ തമ്പുരാൻ സ്ത്രീയോട് ചെയ്ത ഒരു അനീതിയല്ലേ? മാത്രവുമല്ല, പിന്നെ എനിക്ക് സ്ത്രീ പുറത്തേക്ക് ഇറങ്ങുമ്പോ പിശാച് അവളോടൊപ്പം യാത്ര പുറപ്പെടുന്നു. നരകത്തിൽ ഏറ്റവും അധികം പ്രവേശിപ്പിക്കപ്പെടുന്നത് സ്ത്രീകളാണ് എന്നീ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മോക്ഷം എന്നത് വളരെ കഠിനമായ, അതായത് പുരുഷനേക്കാൾ ദുർഘടമായ ഒരു സാഹചര്യമല്ലേ സ്ത്രീക്ക് മോക്ഷത്തിലേക്കുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഖുർആനിൽ സ്വർഗീയ സുഖ സൗകര്യങ്ങളെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഒരു പുരുഷാധിപത്യം കാണാൻ കഴിയുന്നതായിട്ട് തോന്നുന്നു. അതായത് പ്രത്യേകിച്ച് സ്വർഗത്തിലെ ഇണകളെ കുറിച്ച് പറയുമ്പോൾ ഹൂർലിങ്ങളും അതുപോലെ മറ്റു പല പ്രത്യേകതകളോടും കൂടി ഇണകളെ അവതരിപ്പിക്കുമ്പോൾ ആ ഇണകളെല്ലാം സ്ത്രീകളാണ്. അതായത് പുരുഷന് വേണ്ടി പടക്കപ്പെട്ടതാണ് എന്നുള്ള ഒരു ധ്വനി ഖുർആനിൽ നിന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, അള്ളാഹു തന്നെ സ്ത്രീയെ ഒരു രണ്ടാം തരം പൗരൻ എന്ന നിലക്കാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ഒരു വിമർശനത്തോട് ഒരു പ്രബോധകൻ എന്ന നിലയിൽ താങ്കളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുടെ ഒരു കൊട്ട അങ്ങോട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് എൻ്റെ സുഹൃത്ത്. യഥാർത്ഥത്തിൽ ഒന്നാമതായി തന്നെ മനസ്സിലാക്കേണ്ടത്, മതങ്ങളെല്ലാം സ്ത്രീ അടിച്ചമർത്തുന്നു എന്നൊരു വാദം നമ്മൾ പറയാറില്ല. നമ്മൾ പറയുന്നത് പുരുഷാധിപത്യപരമായ സാമൂഹ്യ വ്യവസ്ഥകൾ അത് പെണ്ണിനെ പരിഗണിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ പരിഗണിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തുകയോ ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അത് മതം പുരുഷാധിപത്യപരമാകുമ്പോൾ അങ്ങനെ സംഭവിക്കും, രാഷ്ട്രീയം പുരുഷാധിപത്യപരമാകുമ്പോൾ അങ്ങനെ സംഭവിക്കും, സാഹിത്യം പുരുഷാധിപത്യപരമാകുമ്പോൾ അങ്ങനെ സംഭവിക്കും, സാമൂഹ്യ ഘടന പുരുഷാധിപത്യപരമാകുമ്പോൾ അതങ്ങനെ സംഭവിക്കും. ഇത് ചരിത്രത്തിലുടനീളം സംഭവിച്ചു വന്നിട്ടുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ടാണ് മതത്തിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട ചില നിയമങ്ങൾ പെണ്ണിനെ അടിച്ചമർത്തുന്നതും പ്രയാസപ്പെടുത്തുന്നതുമാകുന്നു. എന്തുകൊണ്ടാണത്? അത് പുരുഷന്റെ തലച്ചോറിൽ രൂപപ്പെട്ട നിയമങ്ങളായതുകൊണ്ട് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം സർവലോക രക്ഷിതാവായ തമ്പുരാന്റെ നിയമങ്ങളായതുകൊണ്ട്
പെണ്ണിനെയും പുരുഷനെയും കൃത്യമായി അറിയാവുന്ന പടച്ചവന്റെ നിയമങ്ങളായതുകൊണ്ട് ആ നിയമങ്ങൾ തീർച്ചയായും പെണ്ണിനോ പുരുഷനോ ഒരിക്കലും പ്രയാസകരമാവുകയില്ല. അവർക്ക് രണ്ടുപേരെയും ഒരേപോലെ പരിഗണിക്കുന്നതാണ്, രണ്ടുപേരുടെയും പ്രകൃതിയെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ്, രണ്ടുപേരെയും കൃത്യമായി മനസ്സിലാക്കുകയും അവരുടെ യഥാർത്ഥത്തിലുള്ള പ്രകാശനം സാധ്യതമാക്കുന്നതുമാണ് എന്നുള്ളതാണ് വസ്തുത. പെണ്ണും പുരുഷനും നമ്മുടെ സമൂഹത്തിൽ അവരുടെ റോൾ എന്താണ്, അവരെന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? അടിസ്ഥാനപരമായി മനുഷ്യർ എന്നുള്ള നിലക്ക് പെണ്ണിനും പുരുഷനും അവരുടെ ലക്ഷ്യം ജീവിതത്തിൽ പരമാവധി നന്മ ചെയ്തുകൊണ്ട് പടച്ചതമ്പുരാന്റെ തൃപ്തി കാക്ഷിക്കുകയും അങ്ങനെ ജീവിത വിജയം നേടിയെടുക്കുകയും ചെയ്യുകയാണ്. ആ രംഗത്ത് നമ്മൾ പെണ്ണിനെയും പുരുഷനെയും ഇസ്ലാം പരിഗണിച്ച രീതി നോക്കുമ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ട വീക്ഷണത്തിൽ പുരുഷനും പെണ്ണും ഒരേപോലെ തന്നെ അവർക്ക് രണ്ടുപേരോടും ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ നന്മ ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് ഉത്തമന്മാരായി തീരാമെന്നാണ്. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുളമൂന നഖീറ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസായിലെ 124-ാമത്തെ വചനമാണ്. ആരെങ്കിലും സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ, പെണ്ണാണെങ്കിലും പുരുഷനാണെങ്കിലും, അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശം നൽകപ്പെടുന്നതാണ്. വലാ യുളമൂന നഖീറ, ഒരൽപ്പം പോലും അവരോട് അനീതി കാണിക്കപ്പെടുകയില്ല. പെണ്ണാണെങ്കിലും പുരുഷനാണെങ്കിലും അനീതിയില്ല. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ അധ്യായം സൂറത്തു തഹ്രീമിൽ ആ പരിശുദ്ധ ഖുർആൻ അതിലെ 10 മുതൽ 12 വരെയുള്ള വചനങ്ങളിൽ സത്യവിശ്വാസികൾക്ക്, മുഴുവൻ സത്യവിശ്വാസികൾക്കും മാതൃകയായി 2 വനിതാരത്നങ്ങളെ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. മുഴുവൻ സത്യവിശ്വാസികൾക്കും മാതൃക എന്ന് പറയുമ്പോൾ എല്ലാ ലോകത്ത് ജീവിച്ച പ്രവാചകന്മാരടക്കമുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള മാതൃകയായി, സത്യവിശ്വാസികൾക്ക് മുഴുവനും ഒരു മോഡലായി അവതരിപ്പിക്കുന്നത്, ആണും പെണ്ണുമടങ്ങുന്ന മുഴുവൻ സത്യവിശ്വാസികൾക്കും മോഡലായി അവതരിപ്പിക്കുന്നത് ഏതെങ്കിലും പുരുഷന്മാരെയല്ല, മറിച്ച് 2 സ്ത്രീകളെയാണ്. ഒന്ന് ഫറോവയുടെ പത്നിയാണ്, ഏകഛത്രാധിപതിയായ ഫറോവ. ആ ഫറോവയുടെ പത്നിയായി ജീവിക്കുകയും സുഖ സൗകര്യങ്ങളുടെ ഞാൻ ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ച ഫറോവ ചക്രവർത്തി ഉണ്ടാക്കിയ കൊട്ടാരത്തിൽ പട്ടമഹിഷിയായി ജീവിച്ചു സുഖസൗകര്യങ്ങളുടെ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ ദൈവികമായ വിധിവിലക്കുകൾ പ്രകാരം ജീവിക്കുവാൻ തീരുമാനിക്കുക വഴി പ്രയാസങ്ങൾ ഏറ്റുവാങ്ങി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ മഹിളാരത്നം ഫറോവയുടെ പത്നി. അവരെയാണ് പരിശുദ്ധ ഖുർആൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരായ സത്യവിശ്വാസികൾക്കും മാതൃകയായി എടുത്തു പറയുന്നത്. മനുഷ്യരായ എന്ന് ഞാൻ പറഞ്ഞത് ആണും പെണ്ണും അടങ്ങുന്ന എന്നുള്ള അർത്ഥത്തിലാണ്. അതേപോലെ തന്നെ അടുത്തതായി പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയെയാണ്. ആ മറിയമിനെ എടുത്തു പറഞ്ഞുകൊണ്ട് അവർ പ്രത്യേകമായ ദൗത്യം ഏൽപ്പിക്കുകയും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസകരമായ ദൗത്യം, അഥവാ കന്യകയായിരിക്കുന്ന സമയത്ത് പടച്ചവന്റെ നിർദ്ദേശപ്രകാരമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുക എന്ന ദൗത്യം, അത് വളരെ വിനയത്തോടുകൂടി ഏറ്റെടുക്കുകയും ആ ദൗത്യ നിർവഹണത്തിന്റെ രംഗത്ത് എപ്പോഴെങ്കിലും പ്രയാസങ്ങളും പീഡനങ്ങളും ആരോപണങ്ങളും ഏൽക്കേണ്ടി വന്ന സന്ദർഭത്തിലും പടച്ചവനെ നിഷേധിക്കുകയോ പടച്ചവന്റെ കാരുണ്യത്തെ തള്ളിപ്പറയുകയോ ചെയ്യാതെ തന്റെ ദൗത്യം സുന്ദരമായി നിർവഹിച്ച മറിയമിനെയും സത്യവിശ്വാസികൾക്ക് മൊത്തത്തിലുള്ള മാതൃകയായി എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് പെണ്ണിനെയും പുരുഷനെയും പടച്ചതമ്പുരാൻ ആ കാര്യത്തിൽ ഒരേപോലെ പരിഗണിക്കുന്നു എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ്. രണ്ടാമതായി വളരെ സുഹൃത്ത് പറഞ്ഞ പെണ്ണുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും പെണ്ണിനെ മാത്രം പടച്ചതമ്പുരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിസംബോധന ചെയ്യുന്നത് കാണാൻ കഴിയും. പുരുഷനുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തുമ്പോൾ പുരുഷന് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്നത് കാണാൻ കഴിയും. പണക്കാർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ പണക്കാരെ ഇസ്ലാം പരിഗണിക്കുന്നില്ല എന്നോ പണക്കാരെ മുഴുവനും പീഡിപ്പിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നോ പണക്കാരെ 2ാം നമ്പർ പൗരന്മാരായാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നോ വിമർശകരാരും പറയാറില്ല. അവിടെ അവർക്കും പിന്നെ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്, പണമുണ്ടാകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ദൈവികമായ വിധിവിലക്കുകൾ അനുസരിച്ച്
ജീവിച്ചാൽ ദൈവികമായ വിധിവിലക്കുകൾ അനുധാവനം ചെയ്തുകൊണ്ട് സമ്പത്ത് സമ്പാദിക്കുകയും ചെലവഴിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഒരുപാട് ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാക്കപ്പെടുമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്, പണക്കാരൻ വളരെ പ്രയാസത്തോടു കൂടിയല്ലാതെ സ്വർഗലോകത്ത് ഇഴഞ്ഞുകൊണ്ടല്ലാതെ സ്വർഗലോകത്ത് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി എടുത്തു പറയുമ്പോൾ അതിനർത്ഥം പണം എന്നത് ഒരു അനുഗ്രഹമല്ല എന്നോ പണം എന്നത് ഒരു ശാപമാണ് എന്നോ പണം എന്നത് പണക്കാരനെ ഇസ്ലാം 2ാം നമ്പർ പൗരന്മാരായാണ് കാണുന്നത് എന്നോ അല്ല. പെണ്ണിനോട്, പെണ്ണെ നിന്നെ ഞാൻ കൂടുതൽ നരകത്തിൽ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പെണ്ണുങ്ങളെ നിങ്ങളെ ഞാൻ കൂടുതൽ നരകത്തിൽ കണ്ടു, എന്തുകൊണ്ടാണ് എന്ന് പഠിപ്പിക്കുന്നത് ആ സ്വഭാവം ഇല്ലാതെയാകാനാണ്. അതല്ലാതെ നിങ്ങളതുകൊണ്ട് കൂടുതൽ നരകത്തിലാണ്, അതുകൊണ്ട് നിങ്ങൾ ഇടങ്ങാറായേ പറ്റൂ എന്ന് പറയാനല്ല. ആ സ്വഭാവം ഇല്ലാതെയാകുവാനാണ്. ആ സ്വഭാവം എന്താണ്? സ്വഭാവം തീർച്ചയായും നന്ദികേടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ച് പറയുകയും ചെയ്തു. പെണ്ണിന്റെ സ്വഭാവത്തിന്റെ ഭാഗമായി തീരാറുള്ള നന്ദികേട് പെണ്ണിൽ ഉണ്ടായിത്തീരുമ്പോ അത് നരകത്തിന് കാരണമായി ഭവിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുകയാണ്. പെണ്ണിനോടൊപ്പം പിശാചുണ്ട് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. പെണ്ണിനോടൊപ്പം പിശാചുണ്ട് എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം മനസ്സിലാക്കാത്തവരായി ഏതെങ്കിലും പുരുഷന്മാരുണ്ടാകുമോ എന്ന് എനിക്ക് സംശയമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു പെണ്ണ് സ്വകാര്യതയിൽ ഉണ്ടാകുമ്പോൾ, ആ സ്വകാര്യതയിൽ പെണ്ണുണ്ടാകുന്ന സന്ദർഭത്തിൽ പുരുഷനും ആ സ്വകാര്യതയിലെത്തുമ്പോൾ പിശാചുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. പെണ്ണിനോടൊപ്പം പിശാചുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പെണ്ണിനെ കാണിച്ച് പ്രലോഭിപ്പിച്ചുകൊണ്ട് പുരുഷനെ തെറ്റിക്കുവാൻ വേണ്ടി പിശാച് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. സ്വാഭാവികമായും അത് വസ്തുതയുമാണ്. സത്യസന്ധമായ ഒരു കാര്യം പറയുമ്പോൾ അതെങ്ങനെയാണ് പെൺവിരുദ്ധമാവുക? ഇസ്ലാമിന്റെ വിമർശകരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കിട്ടിയാൽ മതി, അത് വെച്ചാട് അങ്ങോട്ട് പറയാറാണ് പതിവ്. യഥാർത്ഥത്തിൽ പെണ്ണിനോടൊപ്പം പിശാചുണ്ട് എന്ന് പറയുമ്പോൾ പിശാചിന്റെ പണി തിന്മയിലേക്ക് മനുഷ്യരെ പ്രലോഭിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുകയാണ്. ആ പ്രലോഭനവും പ്രചോദനവും പെണ്ണിനോടൊപ്പം ഏത് സമയത്തും ഉണ്ട് എന്നുള്ള വസ്തുത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യം എന്താണ്? ഈ പെണ്ണിനോടൊപ്പം നിങ്ങൾ ഒറ്റക്കാകാതിരിക്കുക, പെണ്ണിനോടൊപ്പം നിങ്ങൾ ഒറ്റക്ക് യാത്ര ചെയ്യാതിരിക്കുക, പെണ്ണിനോടൊപ്പം നിങ്ങൾ ഒറ്റക്ക് സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടാതിരിക്കുക. എന്തുകൊണ്ട്? പിശാച് നിങ്ങളെ പ്രലോഭിപ്പിക്കുമെന്നതുകൊണ്ട്, അത് നിങ്ങളെ തിന്മയിലേക്ക് കൊണ്ടുപോകുമെന്നതുകൊണ്ട്, അത് നിങ്ങളെ പാപത്തിലേക്ക് കൊണ്ടുപോകുമെന്നതുകൊണ്ട്. ഇതാണ് വസ്തുത. പിന്നീട് പെണ്ണുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇസ്ലാം പെണ്ണിനെ പ്രയാസപ്പെടുത്തുന്ന നിയമങ്ങളാണ് എന്നാണ് മറ്റൊരു വിമർശനം. യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ് ഈ വിമർശനം. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക നിയമങ്ങളിൽ ഒരു നിയമം പോലും പെണ്ണിനെ പ്രയാസപ്പെടുത്തുന്നതായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു നിയമം പോലും പെണ്ണിനെ പ്രയാസപ്പെടുത്തുന്നതായിട്ടില്ല. ഒരു മുസ്ലിമിന് എല്ലാ ദിവസവും നമസ്കരിക്കണമെന്ന നിയമമുണ്ടാകുമ്പോൾ പെണ്ണിന് അവിടെ ഇളവ് കൊടുത്തിരിക്കുകയാണ് ഇസ്ലാം. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഇളവ് പ്രത്യേകമായി പെണ്ണിന് അവളുടെ പ്രത്യേക അവസരങ്ങളിൽ ഇളവ് കൊടുത്തു. ആ ഇളവ് യഥാർത്ഥത്തിൽ അവളുടെ ശരീരപ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതേപോലെ തന്നെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ തീർച്ചയായും സൗന്ദര്യ പ്രകടനം സ്വന്തം പുരുഷന്റെ മുന്നിലാകണമെന്ന് സ്ത്രീയോട് പറഞ്ഞത് അവൾക്ക് നൽകിയ വലിയ അവകാശമാണ്. യഥാർത്ഥത്തിൽ അത് പലപ്പോഴും തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മള് സൗന്ദര്യ പ്രകടനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ സമൂഹത്തിലെ അവസ്ഥ എന്താണ്? സൗന്ദര്യ പ്രകടനം എന്നുള്ളത് പെണ്ണ് പൊതുവെ അവളെ പറഞ്ഞു പ്രചോദിപ്പിച്ചുകൊണ്ട് അവളെ ഒരു പ്രദർശന വസ്തുവാക്കി തീർക്കുകയും ആ പ്രദർശന വസ്തുവിനെ പിന്നിൽ ഒരുപാട് ഈച്ചകളെ വട്ടമിട്ട് പറക്കുവാൻ വിടുകയും അങ്ങനെ ഏത് സമയത്തും അവൾ പീഡിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയുമാണ് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാവുകയില്ല. ഒരു പെണ്ണിനെ ഇസ്ലാം പറഞ്ഞ രൂപത്തിലുള്ള വസ്ത്രമാണ് ധരിക്കുന്നതെങ്കിൽ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുവാൻ 5 മിനിറ്റ് പോലും ആവശ്യമില്ല. ഒരു പെണ്ണിനെ ഇസ്ലാം പറഞ്ഞതല്ലാത്ത രൂപത്തിലുള്ള ഒരു വസ്ത്രമാണ് ധരിക്കുന്നതെങ്കിൽ അവൾക്ക് വസ്ത്രം ധരിക്കുക എന്ന പണിക്ക് വേണ്ടി മാത്രം നമുക്കറിയാമല്ലോ മണിക്കൂറുകൾ വേണ്ടി വന്നേക്കും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അവളെ പീഡിപ്പിച്ചുകൊണ്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. അവൾ അംഗീകരിക്കപ്പെടണമെങ്കിൽ അവൾക്ക് അംഗീകാരം ലഭിക്കണമെങ്കിൽ റെക്കഗ്നേഷന്റെ ബേസ് തന്നെ അവളുടെ സൗന്ദര്യമാണ്. ആ സൗന്ദര്യ പ്രകടനമാണ്. ആ സൗന്ദര്യ പ്രകടനം എല്ലാവരുടെയും മുന്നിലാണ്. ഇസ്ലാം പഠിപ്പിക്കുക അവിടെ പ്രകൃതിപരമായ ആദർശമാണ് ഇസ്ലാം പഠിപ്പിക്കുക. എന്തിന് സൗന്ദര്യം? ഇവിടെ പറഞ്ഞല്ലോ പെണ്ണിന് പ്രയാസം കൊടുക്കുന്ന നിയമങ്ങൾ. നമുക്ക് ജീവജാലങ്ങളിൽ എടുത്തു നോക്കുക. ജീവജാലങ്ങളിൽ മയിലിന് ആടാനുള്ള കഴിവുണ്ട്. ആ മയില് വളരെ സുന്ദരമായി ആടും. ഏത് മയിലാണ് ആടുന്നത്? ആൺമയിലാണ് ആടുന്നത്.
ആൺമയിലാണ് ആടുന്നത്. ആൺമയിൽ ആടും, ആൺമയിൽ ആകർഷിക്കുന്നത് പെണ്ണിനെയാണ്. പെൺമയിലിനെ ആകർഷിക്കുവാൻ വേണ്ടി ആൺമയിൽ ആടും. എന്തുകൊണ്ട്? ഇതേപോലെ ജീവികളിൽ മിക്കതിനും പുരുഷനാണ് സൗന്ദര്യമുള്ളത്. ആ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പെണ്ണിനെ തന്നിലേക്ക് ആകർഷിക്കുക എന്ന ദൗത്യമാണ് പുരുഷൻ നിർവഹിക്കുന്നത്. എന്തിനാണ്? ശാരീരികമായി ലൈംഗികമായി ബന്ധപ്പെടാൻ വേണ്ടി. ലൈംഗികമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അവിടെയെല്ലാം സംഭവിക്കുന്നത് പെണ്ണിന് എപ്പോഴാണോ അണ്ടോത്സർജനം ഉണ്ടാകുന്നത്, ലൈംഗിക ബന്ധം വഴി എപ്പോഴാണോ കുഞ്ഞുണ്ടാകുവാൻ സാധ്യതയുള്ളത്, ആ സമയത്ത് മാത്രമേ പെണ്ണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയുള്ളൂ. ആ സന്ദർഭത്തിലല്ലാതെ മറ്റൊരു സന്ദർഭത്തിലും പെണ്ണ് ലൈംഗിക ബന്ധത്തിന് സന്നദ്ധമാവില്ല, അതിനുവേണ്ടിയുള്ള ത്വര പ്രകടിപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് മാസത്തിൽ ഒരിക്കലേ ലൈംഗിക ബന്ധം ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ ജീവികളിലും പുരുഷ ജീവിയുടെ സവിശേഷത അതല്ല. ബാക്കി ജീവികളിൽ കന്നുകാലികളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൃത്യമായി അറിയാവുന്നതാണ്, ഗർഭിണിയായ ഒരു പശുവിനെയോ അതല്ലെങ്കിൽ ആടിനെയോ ഒരിക്കലും തന്നെ ഒരു ആണാടോ അല്ലെങ്കിൽ കാളക്കൂറ്റനോ അവയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല എന്നുള്ള വസ്തുത ഞാൻ സൂചിപ്പിക്കുന്നത്. എപ്പോഴാണോ ശാരീരിക ബന്ധം ആവശ്യം, അവയെ സംബന്ധിച്ചിടത്തോളം പ്രത്യുൽപാദനത്തിന് വേണ്ടിയാണ്. അത് ആ പ്രത്യുൽപാദനത്തിന് സജ്ജമായി കഴിഞ്ഞ പെണ്ണ് ആണിന്റെ ആട്ടം കണ്ട് ആണിലേക്ക് ആകർഷിക്കപ്പെടണം. ആണാകണമെങ്കിലോ ആണിന്റെ ബീജം ഏത് സമയത്തും സജ്ജപാട്. എന്തിന്? പ്രത്യുൽപാദനത്തിന്. ആണിന് ഏത് സമയത്തും ബീജം വിസർജിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ പ്രത്യുൽപാദനത്തിന് സജ്ജമായ പെണ്ണ് ആണിലേക്ക് ആകർഷിക്കപ്പെടണം. അങ്ങനെ ആണിലേക്ക് ആകർഷിക്കപ്പെട്ടെത്തി അവർ തമ്മിൽ ശാരീരിക ബന്ധം നടക്കണം. അതിനുവേണ്ടിയാണ് ജീവജാലങ്ങളിൽ പുരുഷന് സൗന്ദര്യമുള്ളത്, പുരുഷൻ ആടുന്നത്, പുരുഷൻ ആകർഷിക്കുന്നത്. എന്നാൽ മനുഷ്യനിലെ ശാരീരിക ബന്ധത്തിന്റെ ആ അടിത്തറ കേവലം പ്രത്യുൽപാദനം മാത്രമല്ല. പ്രത്യുൽപാദനം അതിന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണെങ്കിലും പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും വസുവാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതുൻ ലിഖൗമി യതഫക്കറൂൻ. ഖുർആനിലെ 30-ാമത്തെ അധ്യായം സൂറത്തുർ റൂമിലെ 21-ാമത്തെ വചനത്തിൽ ഖുർആൻ പറയാണ്, അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾ കിണകളെ സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടി? നിങ്ങൾ അവരിലേക്ക് സമാധാനപൂർവ്വം ചായേണ്ടതിനു വേണ്ടി. എന്നിട്ട് നിങ്ങൾക്കിടയിൽ സ്നേഹത്തെയും കാരുണ്യത്തെയും അവൻ ഇട്ടുതരികയും ചെയ്തിരിക്കുന്നു. ബാക്കി ജീവജാലങ്ങളിൽ എല്ലാം തന്നെ ശാരീരിക ബന്ധത്തിന്റെ ലക്ഷ്യം കേവലം പ്രത്യുൽപാദനമാകുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്ത്രീയുമായുള്ള ശാരീരിക ബന്ധത്തിന്റെ ലക്ഷ്യം കേവലം പ്രത്യുൽപാദനം മാത്രമല്ല, അവളുടെ മനസ്സമാധാനത്തിന്, അവരുടെ ശരീരത്തിന്റെ ശാന്തമായ നിലനിൽപ്പിന്, അവരുടെ കുടുംബജീവിതത്തിന്റെ സംതൃപ്തമായ നിലനിൽപ്പിന്, അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ പാരസ്പര്യത്തിന്, അവരുടെ സാമൂഹ്യ ജീവിതത്തിന്റെ നന്മക്ക് എല്ലാം തന്നെ ശാരീരിക ബന്ധം, ലൈംഗിക ബന്ധം, ഇണകളായുള്ള നിലനിൽപ്പ്, ദമ്പതികളായുള്ള നിലനിൽപ്പ് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പുരുഷനെ ആകർഷിക്കേണ്ട രൂപത്തിലാണ് പെണ്ണിനെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചത്. പുരുഷനെ ആകർഷിക്കുക എന്ന് പറയുമ്പോൾ ആകർഷിക്കപ്പെടുന്ന പുരുഷൻ, ആകർഷിക്കുന്ന പെണ്ണ്, ആരാണോ ആകർഷിക്കുന്നത് ആ ആകർഷിക്കുന്ന പെണ്ണ്, ആകർഷിക്കപ്പെടുന്ന പുരുഷൻ, ആ പുരുഷൻ ആകർഷിക്കപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക? ജീവശാസ്ത്രപരമായി പറഞ്ഞാൽ ശാരീരിക ബന്ധമാണ് സംഭവിക്കേണ്ടത്. ജീവശാസ്ത്രപരമായി മയിലാടുന്നത് ശാരീരിക ബന്ധത്തിന് വേണ്ടിയാണെങ്കിൽ, അതേപോലെയുള്ള ജീവികൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ശാരീരിക ബന്ധത്തിന് വേണ്ടിയാണെങ്കിൽ, മനുഷ്യനും ആകർഷിക്കപ്പെട്ടാൽ ശാരീരിക ബന്ധമാണ് നടക്കേണ്ടത്. കുറച്ചുകൂടി കൃത്യമായി ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു പെണ്ണിനെ പുരുഷൻ കണ്ടു കഴിയുമ്പോൾ, പെണ്ണിന്റെ അർദ്ധനഗ്നത കാണുമ്പോൾ, പെണ്ണിന്റെ സൗന്ദര്യം ആസ്വദിക്കപ്പെടുമ്പോൾ പുരുഷന്റെ തലച്ചോറ് അവന്റെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയോട് ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കാൻ വേണ്ടി പറയുന്നു. ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ലിബിഡോ അഥവാ ലൈംഗിക ത്വരയുണ്ടാക്കുന്ന ഹോർമോണാണ്. ലൈംഗികമായ ത്വരയുണ്ടാക്കുന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നു പുരുഷ ശരീരത്തിൽ. പുരുഷ ശരീരത്തിൽ എപ്പോഴാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്? പെണ്ണിന്റെ ശരീരത്തെ കാണുമ്പോൾ, സൗന്ദര്യം
ആസ്വദിക്കപ്പെടുമ്പോൾ, ടെസ്റ്റോസ്റ്ററോൺ എന്തിനു വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? പുരുഷ ശരീരത്തെ ലൈംഗിക ബന്ധത്തിന് വേണ്ടി സജ്ജമാക്കുന്നതിന് വേണ്ടി. അത് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് ആഗ്രഹം തോന്നുന്നത്. ആഗ്രഹം തോന്നുമ്പോഴാണ് ശരീരത്തിന് ആ രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, ലിംഗോദ്ധാരണം സംഭവിക്കുന്നത്. എല്ലാം തന്നെ ടെസ്റ്റോസ്റ്ററോണിന്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പടച്ചവൻ മനുഷ്യ ശരീരത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഈ സവിശേഷതകൾ മുഴുവനും പെണ്ണിന് പുരുഷനും ഉണ്ടാക്കിയിട്ടുള്ള സവിശേഷതകൾ എന്തിനു വേണ്ടിയാണ്? പെണ്ണിന്റെ സൗന്ദര്യം ആസ്വദിക്കപ്പെടുക വഴി ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായി തന്നെ സംഭവിക്കേണ്ടതാണ് ശാരീരിക ബന്ധം. ആ ബന്ധം നടക്കുമ്പോഴേ പെണ്ണും പുരുഷനും സംതൃപ്തമായ ഒരു അവസ്ഥയിൽ ഉണ്ടാവുകയുള്ളൂ. ഇനി ഉൽപ്പാദിപ്പിക്കപ്പെട്ട ടെസ്റ്റോസ്റ്ററോൺ ഉപഭോഗിക്കപ്പെടാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ടെസ്റ്റോസ്റ്ററോണിന്റെ തന്നെ മറ്റൊരു ദൗത്യമാണ്, മറ്റൊരു ധർമ്മമാണ് ആളുകളെ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുക എന്നത്. ഉൽപ്പാദിപ്പിക്കപ്പെട്ട ടെസ്റ്റോസ്റ്ററോൺ ഉപഭോഗിക്കപ്പെടാതെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് കൂടുതൽ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിക്കുമെന്നും അത് തന്നെയാണ് പുതിയ കാലഘട്ടത്തിൽ ആധുനിക സമൂഹത്തിൽ ലൈംഗികത വ്യാപകവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ പെണ്ണിനെതിരെയുള്ള വ്യാപകമായ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിന് കാരണമാകുന്നത് എന്നുമുള്ള വസ്തുത പഠനങ്ങൾ വ്യക്തമാക്കുന്നു എന്ന് നിങ്ങൾക്ക് നെറ്റിലെല്ലാം പരിശോധിച്ചാൽ ഇഷ്ടം പോലെ കാണാൻ കഴിയും. ഞാനിവിടെ വിഷയത്തിൽ നിന്ന് ഒരുപാട് വ്യതിചലിച്ചു പോവുകയല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് പെണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം അവളുടെ സൗന്ദര്യം മറച്ചുവെക്കണമെന്ന് പറയുന്നത് അവളുടെ സൗന്ദര്യം അർഹതപ്പെട്ട ആളുകളുടെ മുന്നിൽ മാത്രം തുറന്നു വെക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ട്? ജീവശാസ്ത്രപരമായി അതിനുവേണ്ടിയാണ് അവൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്താണ്? അവൾ പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്യുക എന്നതുകൊണ്ടാണ്, അവൾ പ്രയാസപ്പെടുത്തപ്പെടുകയാണ് ചെയ്യുക എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ആരംഗത്തെല്ലാമുള്ള നിയമങ്ങൾ വളരെ കൃത്യമാണ്, വളരെ കർക്കശമാണ്, അതോടൊപ്പം തന്നെ പൂർണ്ണമായും മാനവികമാണ് എന്ന് കാണാൻ കഴിയും. ഒരു പെണ്ണിനും ആ വസ്ത്രധാരണം ഒരു അപകടത്തിലേക്കും നയിക്കുകയില്ല, ഒരു പെണ്ണിനെയും അത് പ്രയാസപ്പെടുത്തുകയില്ല. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ലോകത്ത് പെണ്ണിന് അംഗീകാരം ലഭിക്കണമെങ്കിലുള്ള വസ്ത്രധാരണങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അംഗീകാരം സ്വന്തം ശരീര സൗന്ദര്യത്തിൽ അധിഷ്ഠിതമായി കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന പെൺപണികളുടെ മുഴുവനും വസ്ത്രം ധരിക്കണമെങ്കിൽ അവർക്ക് മണിക്കൂറുകളോളം സമയം വേണ്ടി വരുന്ന അവസ്ഥാവിശേഷമാണുള്ളത്. അത് തന്നെയും നടക്കണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ, സംസാരിക്കണമെങ്കിൽ, ചുണ്ടളക്കണമെങ്കിൽ എല്ലാം തന്നെ തീർച്ചയായും കൃത്യമായ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് പാലിക്കണമെന്നുള്ള നിയമമാണുള്ളത്. അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം കൊടിഞ്ഞു പോകും എന്നുള്ള അവസ്ഥാവിശേഷമാണുള്ളത്. അത് ശരിക്ക് മാനവവിരുദ്ധമാണ്, പ്രകൃതി വിരുദ്ധമാണ്. ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ സൗന്ദര്യ പ്രകടനം നടക്കേണ്ടത് ആ സൗന്ദര്യ പ്രകടനം വഴി പ്രകൃതിപരമായ കാര്യങ്ങൾ സംഭവിക്കേണ്ട അവളുടെ സ്വന്തം ഇണയുടെ മുന്നിൽ മാത്രമാണ് എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക നിയമങ്ങൾ ഒരിക്കലും പെണ്ണിനെ പീഡിപ്പിക്കുന്നതല്ല, പെണ്ണിനെ പ്രയാസപ്പെടുത്തുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാം പെണ്ണിന് അർഹമായ സ്ഥാനം നൽകുക മാത്രമല്ല, അവളുടെ പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ മുഴുവനും കൃത്യമായി ഇടപെടുകയും അവൾക്ക് ഏറ്റവും നന്മയുടെ ഗുണകരമായ മാർഗം വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഇസ്ലാം ചെയ്യുന്നത് എന്നുള്ളതാണ് വസ്തുത. എൻ്റെ പേര് സതീഷ് എന്നാണ്. ഞാൻ വരുന്നത് പൊന്നണിക്കടുത്തുള്ള വെളിയങ്കോട് എന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ KCM അപ്ലയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. വളരെ കുറച്ച് വർഷങ്ങളായിട്ട് ഹിന്ദുമത വേദഗ്രന്ഥങ്ങളായ ഋഗ്വേദവും യജുർവേദവും സമവേദവും അഥർവവേദവും ഒക്കെ അതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ എഴുതിയ കുറേ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിക്കുകയുണ്ടായി. അതിൽ നാതസ്യ പ്രതിമ അസ്തി, ഈശ്വരന് രൂപമില്ല, പ്രതിമ വെച്ച് ആരാധിക്കാൻ പാടില്ല എന്നും അന്താത്മ പ്രവിശന്തി യ അസംഭൂതി ഉപാസത്തെ, നിങ്ങൾ സംഭൂതികളെ ആരാധിച്ചു കഴിഞ്ഞാൽ ഘോരാന്ധകാരമായ നരകത്തിൽ പ്രവേശിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് വേദങ്ങളിലൊക്കെ. ഇതുപോലെ തന്നെയാണ് ഖുർആനിലും ഈശ്വരനെ പറ്റി പറയുന്നത്. ഈശ്വരന് പ്രതിമ വെച്ച് ആരാധിക്കാൻ പാടില്ല. ഹിന്ദുമതത്തിലെ ഗ്രന്ഥങ്ങളിലെ അർത്ഥങ്ങൾ തന്നെയാണ്, അതേ കാര്യങ്ങൾ തന്നെയാണ് ഖുർആനിലും പറയുന്നത് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. പിന്നീട് ഏകദൈവ വിശ്വാസം എന്ന ഒരു സത്യം ഞാൻ മനസ്സിലാക്കുകയും വീട്ടിൽ വേദങ്ങളിലെ കുറെ ശ്ലോകങ്ങൾ ഞാൻ ചൊല്ലാറുണ്ട്. അതിൽ പറയുന്നത് ഈശ്വരനെ കുറിച്ച് തന്നെയാണ്. ഇപ്പൊ ഗണപതി എന്ന് പറഞ്ഞാൽ ഗണങ്ങളുടെ പതിയാണ്, ഒരു ആനയുടെ തലയുള്ള തുമ്പിക്കൈയുള്ള ഒരു രൂപമല്ല എന്ന് വ്യക്തമായി തന്നെ വേദങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോ ശ്രീ
ആചാര്യന്മാർ രാജേഷ് എഴുതിയ വേദങ്ങളുടെ നിഗൂഢ രഹസ്യം. ഇതിനകത്ത് വിഗ്രഹാരാധനയെ വളരെ ശക്തമായി എതിർത്തുകൊണ്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ വേദങ്ങളിലെ ശ്ലോകങ്ങൾ വീട്ടിൽ വെച്ച് എനിക്ക് ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇന്ന് ഹിന്ദുവായി എനിക്ക് ഒരിക്കലും ഒരു ഏകദൈവ വിശ്വാസിയായിട്ട് ജീവിക്കാൻ ഇന്നത്തെ സാഹചര്യം പറ്റില്ല. കാരണം അമ്പലങ്ങളിലൊക്കെ വിഗ്രഹങ്ങൾ തന്നെയാണ് ആരാധിക്കുന്നത്. ഒരു ക്ഷേത്ര വിഗ്രഹങ്ങൾ ഇല്ലാത്തതില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ വേദങ്ങളെ ശ്ലോകങ്ങൾ ഞാൻ ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ ഈശ്വരനെ കണ്ണടച്ചുകൊണ്ട് തന്നെ രൂപമില്ലാതെ ഞാൻ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈശ്വര വിശ്വാസം, ഈശ്വര ആരാധന രീതി ഞാൻ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പഠിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഇതൊന്നും അറിയില്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറയുകയുണ്ടായി, നീ ഇങ്ങനെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും കാര്യമില്ല, നീ ഈശ്വരനെ അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇസ്ലാം തന്നെ ആവണം, ഇങ്ങനെ ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞതില്ല, എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഈ വേദങ്ങളിൽ ഇപ്പം പറഞ്ഞ പോലുള്ള വിഗ്രഹാരാധന ഇല്ലാതെ ഈശ്വരന്റെ നിയമങ്ങൾ, ഈശ്വരൻ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ വെച്ചിട്ട് എന്റെ വീട്ടിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് തെറ്റുണ്ടോ? എനിക്ക് ഈശ്വരന്റെ അടുത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ? അത് ഇസ്ലാം തന്നെ ആവണമോ എന്ന് എനിക്ക് വിശദമായിട്ടൊന്ന് പറഞ്ഞു നോക്കണം. സുഹൃത്ത് സതീശൻ തന്നെയല്ലേ പറഞ്ഞു, ചോദ്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹം വേദങ്ങളിലെ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ചുള്ള വേദശ്ലോകങ്ങൾ ചൊല്ലുന്നു. ആചാര്യ എം.ആർ. രാജേഷിനെ പോലെയുള്ള ആളുകൾ വേദരഹസ്യങ്ങളിൽ ബഹുദൈവ വിഗ്രഹ പൂജ ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി നിന്ന് ഏകനായ സ്രഷ്ടാവിനെ മനസ്സിൽ ധ്യാനിച്ച് വേദപ്രാർത്ഥന ചൊല്ലിയാൽ പോരെ, മുസ്ലിം ആകേണ്ടതുണ്ടോ, ഇസ്ലാം സ്വീകരിക്കേണ്ടതുണ്ടോ? അങ്ങനെ ചില ആളുകൾ പറഞ്ഞു. അതാണോ ശരി എന്നാണ് ചോദ്യം. തീർച്ചയായും വളരെ കൃത്യമായി ചില വസ്തുതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വേദങ്ങളിൽ വളരെ കൃത്യമായി ഏകദൈവാരാധനയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ബഹുദൈവാരാധന ശരിയല്ല എന്ന് പറയുന്നുണ്ട്. അവിടെയെല്ലാം വളരെ കൃത്യമായി പറയുന്നൊരു കാര്യം, അദ്ദേഹം തന്നെ സൂചിപ്പിച്ച അന്തം തമഹ പ്രവിശന്തിയെ സംഭൂതിമുപാസതേ തതോ ഭൂയ ഇവതേ തമോ സംഭൂത്യാം രഥഃ. യജുർവേദത്തിനും അതേപോലെ തന്നെ ഈശാവാസ്യോപനിഷത്തിനും ഒരേപോലെ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ശ്ലോകമാണിത്. അന്ധകാരത്തിലാണ് പ്രവേശിക്കുക, നശ്വരങ്ങളായ വസ്തുക്കളെയും അതേപോലെ തന്നെ ഉണ്ടാക്കിയ വസ്തുക്കളെയുമെല്ലാം ആരാധിക്കുന്നവർ, ഉപാസിക്കുന്നവർ എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ സ്രഷ്ടാവാണ് ഉപാസനക്കർഹൻ. സ്രഷ്ടാവ് ആരാണ്? എങ്ങനെയുള്ളവനാണ്? എന്തൊക്കെയാണ് അവൻ്റെ സവിശേഷതകൾ? ഇക്കാര്യം മുതൽ യഥാർത്ഥത്തിൽ വേദസംഹിതകൾ മാത്രമല്ല ഹൈന്ദവ ഗ്രന്ഥങ്ങളായിട്ടുള്ളത്. ഋഗ്വേദവും സാമവേദവും യജുർവേദവും അഥർവവേദവും, ഈ വേദസംഹിതകളോടനുബന്ധിച്ച് വേദത്തിൻ്റെ അവസാനമായി അറിയപ്പെടുന്ന വേദാന്തം എന്ന് പറയുന്ന ഉപനിഷത്തുക്കളുണ്ട്. അതേപോലെ തന്നെ ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളുമെല്ലാം ഉണ്ട്. ഇവയുടെ എല്ലാം ഛന്ദസ്സും അതേപോലെ ജ്യോതിഷത്തെ പോലെയുള്ള കാര്യങ്ങളുണ്ട്. ജ്യോതിഷം എന്നുള്ളത് ഇവിടെ കാണുന്ന ജ്യോതിഷമല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത് എല്ലാം എടുത്ത് പരിശോധിച്ചാൽ സൃഷ്ടിപൂജയെ ശക്തമായി നിഷേധിക്കുന്ന വചനങ്ങൾ ഒരു വശത്തും, സൃഷ്ടിപൂജയിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്ന രൂപത്തിലുള്ള വചനങ്ങൾ വേറൊരു വശത്തും നമുക്ക് കാണാൻ കഴിയും. അവിടെ വേദങ്ങളിൽ പോലും അത്തരം ഒരുപാട് ദേവതകൾ നമുക്ക് കാണാൻ കഴിയും. ആ ദേവതകളെയെല്ലാം ആചാര്യ രാജേഷിനെ പോലെയുള്ള ആളുകൾ തീർച്ചയായും വ്യാഖ്യാനിക്കുന്നുണ്ട്, ഓരോന്നിനെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ പ്രായോഗിക തലത്തിൽ സ്വാഭാവികമായും സംവത്സരങ്ങളായി ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആരാധിച്ചു വരുന്നത് എന്താണ്, എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇന്ദ്രനാണെങ്കിലും മിത്രനാണെങ്കിലും വരുണനാണെങ്കിലും അഗ്നിയാണെങ്കിലും വായുവാണെങ്കിലും ഭൂമിയാണെങ്കിലും എല്ലാം വേദങ്ങളിലെ കേവലമായ ആരാധന അല്ലെങ്കിൽ പ്രാർത്ഥന, ഉപാസന കഥാപാത്രങ്ങളാണ്. അവയെക്കുറിച്ചെല്ലാം തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് വേദങ്ങളിൽ അത് പറയുന്നത് ആ പ്രകൃതി ശക്തിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഈ പരമാത്മാവിനെ തന്നെ വ്യത്യസ്ത രൂപങ്ങളിൽ അവൻ്റെ വ്യത്യസ്ത കഴിവുകളെ വർണ്ണിച്ചുകൊണ്ടാണ് എന്നെല്ലാമാണ് വ്യാഖ്യാനങ്ങളായി കടന്നു വരാറുള്ളത്. എന്നാൽ വസ്തുതാപരമായി ജനങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ കാണുക, വേദവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളിൽ പോലും ആചാര്യ രാജേഷ് ഇപ്പോൾ സോമയാഗത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു വേർഷനിൽ. പക്ഷേ ഭാരതത്തിൽ നിലനിന്നിരുന്ന സോമയാഗമാണെങ്കിലും അശ്വമേധയാഗമാണെങ്കിലും അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം എടുത്ത് പരിശോധിച്ചാൽ അവയിലെല്ലാം സൃഷ്ടിപൂജ ഒരു തലത്തിൽ അല്ലെങ്കിൽ വേറൊരു തലത്തിൽ കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ്
അവിടെയാണ് കൃത്യമായ ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ആവശ്യമാണ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ എൻ്റെ സുഹൃത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ വേദങ്ങളിൽ നിഷ്കൃഷ്ടമായ രൂപത്തിൽ ഏകദൈവ വിശ്വാസം സൂചിപ്പിക്കുന്നു. ഉപനിഷത്തുകൾ എടുത്ത് പരിശോധിച്ചാലോ ദശോപനിഷത്തുകളിൽ വളരെ കൃത്യമായ ഏകദൈവ വിശ്വാസം തന്നെ സൂചിപ്പിക്കുന്ന വചനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഉപനിഷത്തുകളിൽ പരസ്പരം ദൈവം ആരാണ് എന്ന വിഷയത്തിൽ തന്നെ തർക്കിക്കുന്ന ഉപനിഷത്തുക്കളെ പോലും നമുക്ക് കാണാൻ കഴിയും. വിഷ്ണുവാണ് ദൈവമെന്ന് പറയുന്ന ആള് വിഷ്ണുവിൽ നിന്നാണ് ശിവനുണ്ടായത് എന്ന് ഒരു ഉപനിഷത്ത് സൂചിപ്പിക്കുമ്പോൾ ശിവനിൽ നിന്നാണ് വിഷ്ണു ഉണ്ടായത് എന്ന് മറ്റൊരു ഉപനിഷത്ത് സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ശരഭോപനിഷത്ത് ഒരു രൂപത്തിലും മഹാ ഉപനിഷത്ത് മറ്റൊരു രൂപത്തിലും കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു സത്യാന്വേഷിക്ക് ഇതിൽ എവിടെയാണ് ശരി, എന്താണ് ശരി എന്നറിയാതെ കുഴങ്ങിപ്പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇവയെല്ലാം എടുത്തുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് സാധാരണഗതിയിൽ സാധാരണക്കാരായ ആളുകൾക്ക് ആരാധിക്കുവാൻ വിഗ്രഹം നിർബന്ധമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമുക്കറിയാലോ, വളരെ ഉയർന്ന തത്വചിന്തകൾ പ്രസംഗിക്കുന്ന ആളുകൾ പോലും പറയുക ആത്യന്തികമായി സാധാരണക്കാരുടെ ലെവലിൽ അവർക്ക് ദൈവത്തിലെത്തിച്ചേരണമെങ്കിൽ വിഗ്രഹങ്ങളിൽ അങ്ങ് പറ്റൂല, സൃഷ്ടിപൂജ ഇല്ലെങ്കിൽ പറ്റൂല എന്നാണ്. അതിലെല്ലാം എത്തുവാൻ ആവശ്യമായ വചനങ്ങൾ അവരെടുക്കുന്നതാകട്ടെ വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും എല്ലാം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുക, വേദങ്ങളും ഉപനിഷത്തുക്കളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും എല്ലാം ഉണ്ടായി വന്ന ഭാരതീയ സാഹചര്യം യഥാർത്ഥത്തിൽ ഭാരതത്തിലെ പുരാതനായ ഋഷിവര്യന്മാർ, ഋഷിപുങ്കവന്മാർ അവർ വളരെ കൃത്യമായി സത്യാന്വേഷണത്തിൽ ഏർപ്പെട്ടതിന്റെ ഫലമായി രൂപപ്പെട്ടു വന്നതാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം എന്നുള്ളതാണ് അവ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഭാരതത്തിൽ തന്നെ ദൈവീകമായ വെളിപാടുകൾ ഉണ്ടായിട്ടില്ലേ? വെളിപാടുണ്ടായിട്ടുണ്ട്. ഋഷി എന്ന് പറഞ്ഞാൽ തന്നെ കേട്ടവൻ എന്നാണ് അർത്ഥം, ശ്രവിച്ചവൻ എന്നാണ് അർത്ഥം. ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രവിച്ചതെന്താണോ അതാണ് ശ്രുതി. അപ്പോൾ ഋഷി ദൈവത്തിൽ നിന്ന്, ഭഗവാനിൽ നിന്ന്, സട്ടാവിൽ നിന്ന്, പരബ്രഹ്മത്തിൽ നിന്ന് കേട്ടതെന്താണോ അതാണ് വേദമാകേണ്ടത്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ നമ്മൾ വേദത്തെ പഠിച്ചിട്ടുള്ള ആളുകൾ നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും വേദത്തിൽ മാറ്റത്തിരുത്തലുകൾ വന്നതായും കൂട്ടിച്ചേർക്കലുകൾ നടന്നതായും എടുത്തുമാറ്റലുകൾ നടന്നതായിട്ടുമെല്ലാം പറയുന്നു. ഈ വേദം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ മോശമായ കാര്യങ്ങളെയും